ഹായ് ഗായ്സ്. ഹായ്. അപ്പോൾ എൻ്റെ ചാനലിലെ ഫസ്റ്റ് വീഡിയോ ആണിത്. അപ്പൊ 2 വർഷമായിട്ട് പാത്തു യൂട്യൂബ് വീഡിയോസ് എടുക്കുന്നുണ്ട്. അങ്ങനെ ആദ്യമായി ഫസ്റ്റ് വീഡിയോ പിന്നെയും ഈ വീഡിയോ ഞാൻ ഇടും. ഈ വീഡിയോ ഇടുന്നതാണ് പ്രതീക്ഷ. ഓക്കെ, പറഞ്ഞു. അപ്പോ ഞാന് എന്തുകൊണ്ട് ജിംഷാദിന്റെ കല്യാണത്തിന് പോയില്ല എന്നുള്ളതാണ് ഈ വീഡിയോന്റെ തമ്മില്. അപ്പൊ അത് കണ്ടിട്ട് വന്നതാ. നിങ്ങൾ എല്ലാവരും എനിക്കറിയാം. സംഭവം എന്താ വെച്ചാൽ അന്ന് എനിക്ക് ഒരു വർക്ക് ഉണ്ടായിരുന്നു. എനിക്ക് കല്യാണം ഫിക്സ് ചെയ്യുന്ന മുന്നേ തന്നെ എനിക്ക് വർക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ കുറേ ക്യാൻസൽ ചെയ്യാനൊക്കെ നോക്കി, പക്ഷെ പറ്റിയില്ല. നല്ല വിഷമമുണ്ട്. അപ്പോൾ ആ വിഷമം മാറ്റാനായിട്ട് ഞാൻ എന്ത് ചെയ്തു, അവൻ്റെ വെഡിങ്ങിൻ്റെ ഒരു മൊമെന്റ് വരച്ചിട്ട് അവനക്ക് ഗിഫ്റ്റ് ചെയ്യാം. ആക്ച്വലി ഇല്ലേ, പാത്തു കല്യാണത്തിന് വരാത്തത് കൊണ്ട് നമുക്കൊക്കെ മെസ്സേജ് വന്നു വെച്ചാൽ ഞങ്ങൾ പാത്തുനായിട്ട് തെറ്റി പിരിഞ്ഞു. കാരണം 2 ദിവസം പരിപാടിക്കില്ലല്ലോ. അപ്പൊ ഉറപ്പിച്ചു പാത്തു തെറ്റി പിരിഞ്ഞു, പാത്തു നിങ്ങൾ ഒഴിവാക്കി, അങ്ങനെ പല പല മെസ്സേജുകളിലായിരുന്നു. അപ്പൊ ഇതാണ് റീസൺ. മനസ്സിലായില്ലേ? അത് മാത്രല്ല, പിന്നീട് അവിടുന്ന് ഇങ്ങോട്ട് ഇടുന്ന എല്ലാ വീഡിയോസിലും എന്തുകൊണ്ട് വന്നില്ല, നല്ല ഒരുപാട് സ്നേഹമുണ്ട്. നമ്മളെ മിസ് ചെയ്തിട്ടാണ് മെസ്സേജ് വരുന്നത്. എന്തായാലും സന്തോഷം. അപ്പോ നമ്മള് ജിമ്മിനെ വരയ്ക്കണ വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് ഇതിന്റെ കൂടെ ആഡ് ചെയ്ത് കാണിച്ചു തരാം. അപ്പം ഗായ്സ്, നമുക്ക് വരയ്ക്കാം. ഞാൻ വരയ്ക്കാനായിട്ട് സെലക്ട് ചെയ്തിട്ടുള്ള അവൻ്റെ വെഡ്ഡിങ്ങിൻ്റെ മൊമെൻ്റ് ഏതാണെന്ന് വെച്ചാൽ ഇതാണ് എനിക്ക് ഇഷ്ടമായിട്ടുള്ളത്. അപ്പം അത് നമുക്ക് വരയ്ക്കാം. ഇത് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ഉള്ളു. അപ്പം ഗൈസ്, ഞാൻ ജിമ്മിനെ എങ്ങനെയാണ് പരിചയപ്പെടുന്നുള്ള സ്റ്റോറി പറയാം. ഞാൻ ജിമ്മിനെ ആദ്യം കാണുന്നത് കക്കാടംപൊയിൽ നിന്നാണ്. ഹനാൻ അവിടെ കക്കാടംപൊയിലൊരു റിസോർട്ടില്ലേ, വിൻ്റർ ഫോൾസ് ഞാൻ തോന്നണ അതിൻ്റെ പേര്. അപ്പോൾ അവിടെ നമ്മൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ഒരു സെറ്റ് ചെയ്തായിരുന്നു. നമ്മുടെ അസറൊക്കെ വന്നൊരു സമയത്ത് നമ്മൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടിയപ്പോൾ അന്ന് ആദ്യമായിട്ടാണ് ജിമ്മിനെ കാണുന്നത്. അങ്ങനെ ഒരു സാധു മനുഷ്യൻ, ഒന്ന് നമ്മൾ വീഡിയോയിലൊക്കെ കാണുന്ന പോലെ തന്നെയാണ്. ഭയങ്കര പാവാണ്, ഭയങ്കര സൈലൻ്റായിട്ട് അടിപൊളി മനുഷ്യൻ. അപ്പോൾ അന്നാണ് ജിമ്മിനെ പരിചയപ്പെടുന്നത്. അതിപ്പോൾ എത്ര വർഷമായി എന്നൊക്കെ ചോദിച്ചാൽ കുറച്ചായി. ഓക്കെ, അപ്പോൾ നമ്മൾ ജിമ്മിനെ വരച്ച് കഴിഞ്ഞിട്ടുള്ളത് ഇനി നേരെ ജിമ്മിക്ക് കൊണ്ടുപോയി കാണിച്ചു കൊടുക്കുക, അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ. സർപ്രൈസ്. യെസ്. അപ്പോൾ കേട്ടോ, ഓൾറെഡി കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇതാണ് നമ്മുടെ വർക്ക്. ജിമ്മി സർപ്രൈസ് ആവുമായിരിക്കും അല്ലേ? ആ ലാസ്റ്റ് പ്രീ വെഡിങ് ഷൂട്ടിന്റെ സമയത്തുള്ള സാധനം. അപ്പോൾ അവർ ഇന്നിപ്പോ 18th ആയി. ജിമ്മി ഇന്ന് രാവിലെയാണ് അവർ എത്തിയത്. അപ്പോൾ ഞാനും അതിന് വെയിറ്റ് ചെയ്യായിരുന്നു. അവർ എന്നാണോ വരുന്നത് അന്ന് കൊണ്ടുപോയി കൊടുക്കാനായിരുന്നു. അപ്പോൾ ഇന്നിപ്പോൾ അങ്ങോട്ട് പോവുകയാണ്. പറ്റുകയാണെങ്കിൽ ഹാനാനെയും ടീമിനെയും ഒക്കെ കാണാം. അവര് ഉറക്കത്തിൽ നിന്ന് നീട്ടിട്ടുണ്ട്. 5 മണിക്ക് പോവാന്ന് പറഞ്ഞത് നമ്മളിപ്പോ 8 മണിയായി പോവാൻ. ഓക്കെ, നമ്മള് പോവാണ് ഇപ്പൊ നിലമ്പൂര്. ആട്ടിക്കോൽ നമ്മ പോവാ. കൂടുതലായോണ്ടേ മറവി. എടാ, ഞാൻ വരുമ്പില്ലേ, ഞാൻ ലിഫ്റ്റ് കുടുങ്ങി. ലിഫ്റ്റ് തുറക്കണില്ല, ലിഫ്റ്റ് കുടുങ്ങി. അവസാനം ഞാൻ മറ്റേ ബെല്ലൊക്കെ അടിച്ച ആൾക്കാരൊക്കെ കൂടി ഇവിടെ ഭയങ്കര പ്രശ്നമായി. പാത്തൂനെ വിളിച്ചിട്ട് പാത്തു ഫോൺ എടുക്കുന്നില്ല. ആ വൻ സീനായി. ഞാൻ വിചാരിച്ചു ശ്വാസം കിട്ടാതെ. അല്ല, എനിക്ക് ഫ്ലോർ ഓർമ്മ കിട്ടണില്ല. കാരണം എന്റെ ഫ്ലാറ്റിൽ ഫ്ലോർ 6 ഗായ്സ്, ഇതിന് വേണ്ടിയിട്ടാണ് ഇത്ര നേരം നിന്നിട്ട് എഫേർട്ട് ഇട്ടത്. പക്ഷെ ഇത് വെച്ച് മറന്നിട്ട് പോവുകയായിരുന്നു.
മറവി കുറച്ച് അധികം. ഈ എന്താ പറഞ്ഞു ഇത് ഫുള്ള് തിമ്മ തന്നെ ഇരുന്ന് ചെയ്യാൻ പറ്റിയിട്ടില്ല. 2 ദിവസത്തെ ഇതില് ചെയ്തു. പാത്തു ആയതുകൊണ്ട് ഇന്ന് ചെയ്തു, കുറച്ച് എന്താ വരാത്ത? അതാ ഞാൻ പറഞ്ഞു ഇങ്ങനെ ആയിരുന്നു ലിഫ്റ്റ്. പഠിച്ചോനെ നമ്മളിങ്ങനെ കുടുങ്ങുമോ? കുടുങ്ങിയ സ്ഥിരമായിട്ട് കൊടുക്കുന്നത് അല്ലല്ലേ ഇനി എത്ര കുടിക്കണോ? പരിചയപ്പെടുത്തിയില്ല. ഇങ്ങോട്ട് നിക്ക്, പരിചയപ്പെടുത്തട്ടെ. അല്ല ഇതില് പറഞ്ഞാൽ മതി. മിററുണ്ട് പരിചയപ്പെടുത്തും. അന്നെ പരിചയപ്പെടുത്താം. ഹായ്, മൈ നെയിം ഇസ് ഇർഫാന ഇബ്രാഹിം. പരിചയപ്പെടുത്തിക്ക് എപ്പോഴാന്ന് പറയാം. നമ്മള് കാറിൽ പോകുമ്പോ ഇത് ഇപ്പോഴും എല്ലാവർക്കും അറിയില്ലേ? എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു എന്നൊക്കെ. ഇത് ഹനൂന്. അങ്ങോട്ട് ഹനൂൻ. ഹനൂൻ വലിയൊരു ബിസിനസ്കാരനാണ്. 2 ബിസിനസ് അറ്റ് എ ടൈം ചെയ്യുന്ന വ്ളോഗൊക്കെ നിങ്ങൾക്ക് പേജിൽ നോക്കിയാൽ കാണാൻ പറ്റും. വലിയൊരു അപ്കമിങ് ഇൻഫ്ലുവൻസർ ആണ്. പിന്നെ നമുക്ക് വീഡിയോ എടുത്ത് തരുന്ന നമ്മുടെ കുട്ടി എന്റെ ഫ്രണ്ടിന്റെ ബ്രദറാണ്. ഫസ്റ്റ് വ്ളോഗ് ആയതുകൊണ്ട് അതിൻ്റെതായിട്ടുള്ള ഒരു പ്രശ്നം. അല്ല, ഞാൻ എപ്പോഴും ഇങ്ങനെ തന്നെയാണ്. ആരാ വണ്ടി ഓടിക്കുന്നത്? വണ്ടി ആരാണ്? എനിക്ക് ഇനി പ്രഷർ എടുക്കാൻ വയ്യ. ഞാൻ പ്രിൻസസ് ആണ്. പാത്തില്ലാത്ത പാത്തൂര് വ്ളോഗ്. ഹായ്, ഞാൻ രാവിലെ തായ്ലൻഡിൽ നിന്ന് വന്നിട്ടുള്ളൂ. അത് കൊച്ചിന്ന് വന്നു, കാലിക്കറ്റ് എത്തി. ഇനിയിപ്പോ ഞങ്ങൾ നിലമ്പൂര് പോകുന്നു. ഭയങ്കര ടൈറ്റ് സ്കെഡ്യൂളാണ് എന്റേത്. അടുത്ത ആഴ്ച എനിക്ക് അറിയില്ല. ചിലപ്പോ അടുത്ത ഏതെങ്കിലും സ്ഥലങ്ങളിലേക്ക് പോലെ അന്റാർട്ടിക്ക, സ്വിറ്റ്സർലാൻഡ് കൂടി പോയോ. നമ്മളെല്ലാരും ഭയങ്കര ബിസി ആയല്ലേ? എന്തൊക്കെയാ പാത്തു മാറിയിടേ? പാത്തു റിയൽ ആവ്, പാത്തു ഒറിജിനൽ പാത്തു വരട്ടെ, അഭിനയിക്കല്ലേ. കുറച്ച് ബിസി ഉണ്ടെന്ന് ആൾക്കാർ അറിയിച്ചതാ. അത് നമ്മൾ ഭയങ്കര ബിസിയാണല്ലേ. ഈ പാത്തുവിന് ഒരു പ്രത്യേകത ഉണ്ടേ. പാത്തുവിന് എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു തിരക്കും ഉണ്ടാവില്ല. അപ്പൊ ചായ കുടിക്കാനൊക്കെ വിളിക്കുമ്പോ പാത്തു ചായ കുടിക്കാറങ്ങി ഞാൻ ഭയങ്കര തിരക്കില്ല, എനിക്ക് എന്താ അറിയില്ല, എനിക്ക് ഭയങ്കര തിരക്കാന്ന് പറയും. ഒരു പണി ഉണ്ടാവില്ല, എന്നാലും ഭയങ്കര തിരക്കായിരിക്കും. അങ്ങനെ ഒരു മനുഷ്യനാണ് ഇരിക്കുന്നത്. ആ തൊട്ടേനെ പിടിച്ചതിനൊക്കെ പ്രഷർ. ഒരു വരക്കാനുണ്ടെങ്കിൽ അത് പ്രഷറാണ്. പ്രഷർ വരക്കണതല്ല പ്രഷർ, അത് ആലോചിച്ചിട്ടുള്ള പ്രഷർ. അതാണ് എല്ലാത്തിനും പ്രഷറാണ്. എന്ത് പറഞ്ഞാലും പറയും എനിക്ക് തിരക്കാണ്, എനിക്ക് പ്രഷറാണ് പറയും. എന്താ ചെയ്യാ, അങ്ങനെ ഒരു പാത്തുവിലൂടെയാണ് നമ്മൾ ജീവിക്കുന്നത്. ഈ കാണുന്നതൊന്നും അല്ല പാത്തു. പാത്തു വേറൊരു പാത്തുവാണ്. പാത്തു പറഞ്ഞു കൊടുക്ക. പാത്തു വ്ളോഗ് ഓണാക്കിയപ്പോ പാത്തു മറ്റേ സീന്. ഞാനില്ലേ, ഞാൻ ഭയങ്കര ഡീസന്റ് ആണ്. ഇപ്പൊ യൂട്യൂബ് ഉണ്ട്, എനിക്ക് അറിയില്ല. ഞാനും പാത്തു ഒരേപോലെയാ. ഞങ്ങൾ ഇങ്ങനെ പോണത്. പക്ഷെ ഞാൻ വ്ളോഗ് എടുക്കലില്ല, എനിക്ക് ആവൂല നല്ല മടിയാ. കൊറേ വർഷം മുന്നേ വ്ളോഗ് ഇട്ടുണ്ടായല്ലോ. എന്നിട്ടുണ്ടായിരുന്നു. ഞാൻ സത്യം പറയാലോ ഗൈസ്, 2022 നമ്മള് കൊണ്ടോട്ടി വഴിയാ പോണേ. അറിയുന്ന റൂട്ട് പിടിച്ചാൽ മതി. അപ്പൊ ഞാനില്ലേ 2022 പറയട്ടോ 2022 നിർത്തിയത് കേട്ടോ. അപ്പൊ ഗൈസ് 2022 ഞാൻ വിചാരിക്കുന്നുണ്ട് വ്ളോഗ് തുടങ്ങണമെന്ന്. അപ്പൊ അതിന്റെ ഇടയ്ക്ക് ഇങ്ങനെ അവിടെ ഇവിടെ ആയിട്ട് ഒരു വ്ളോഗ് എടുത്തു വെക്കാറുണ്ട്, പക്ഷെ പോസ്റ്റ് ചെയ്തില്ല. അതുകൊണ്ട് ഇവരെല്ലാരും നല്ല കളിയാക്കലാണ്, ഇതൊന്നും എവിടെയും വരാത്ത വ്ളോഗാണെന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ ഇതിൽ ഞാൻ തിരുത്തും, ഇത് ഞാൻ കിട്ടും. കേട്ടിരുന്നോന്നൊരു സംശയം. സത്യം. മെട്രോ എടുത്തിട്ട് വണ്ടി ഓടിക്ക്. എന്താ അറിയോ, എനിക്ക് പേടി ഒന്നാമത്. എനിക്ക് ഇങ്ങനെ എന്താ പറയാ, ഞാൻ പറയുന്ന എന്തെങ്കിലും പൊട്ടത്തരങ്ങൾ കൊടുത്തു മിണ്ടാണ്ട് എന്നാലും വ്ളോഗ് ഇട്ട് നടക്കൂലല്ലോ. എനിക്ക് വ്ളോഗ് ഇടേ വേണം, എനിക്ക് ഇഷ്ടം വ്ളോഗ് ഇടണം. പക്ഷെ എനിക്ക് പേടിയാണേനും.
പക്ഷെ ഞാൻ വിചാരിച്ചു ആ പേടി ഈ 2026 അങ്ങനത്തെ പേടി കാര്യങ്ങളൊക്കെ അങ്ങനെ പേടിയുള്ള കാര്യങ്ങളൊക്കെ അങ്ങോട്ട് ചെയ്യാന്ന് വിചാരിച്ചു. അപ്പൊ താങ്ക് യു സോ മച്ച്. ഇവള് മറ്റേ സ്റ്റേജിൽ നമ്മളെ മറ്റേ പ്രസംഗിക്കാൻ വിളിക്കൂലേ? താങ്ക് യു സോ മച്ച്. ഇത് എല്ലാവർക്കും നന്ദി. ഞാൻ എന്റെ ഇത് എല്ലാവരും കൈയടിച്ചു. താങ്ക് യു സോ മച്ച്. പിന്നെ പറയാനുള്ള കാര്യം, ഞാൻ വ്ളോഗ് തുടങ്ങുന്നതിന്റെ പാട്ട് ഒഴിവാക്കിക്കോ. കൈ തട്ടിയതാ. ഒഴിവാക്കിക്കോ. മെയിൻ ആയിട്ട് എന്റെ ഫ്രണ്ട്സ് നല്ല രീതിയിൽ എനിക്ക് ഇൻസ്പിറേഷൻ ആയിട്ടുണ്ട്. അപ്പോ ഇത് നല്ല എല്ലാ കാര്യങ്ങളും എല്ലാ തരത്തിലും എല്ലാ മേഖലയിലും നമ്മുടെ ഫ്രണ്ട്സ് നല്ല ഇൻസ്പയർഡ് ആണ്. അപ്പോ സോ ഞാൻ അങ്ങനെ തുടങ്ങാൻ അങ്ങനെ വിചാരിച്ചു. അപ്പൊ അത്രേ ഉള്ളൂ. അപ്പൊ ഇനിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ലൈഫിലുള്ള സന്തോഷങ്ങളും സങ്കടങ്ങളും ഒക്കെ നമുക്ക് വ്ളോഗിലെ കൂടെ കാണാം. ഇതിട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരു കൊല്ലത്തേക്ക് വ്ളോഗ് ഉണ്ടാവില്ല. ഫസ്റ്റ് വ്ളോഗ്, ഇനി വ്ളോഗില്ല. ഇവിടുന്ന് അങ്ങോട്ട് ഞാൻ മേക്കപ്പ് ആർട്ടിസ്റ്റും കൂടെ ആയതുകൊണ്ട് എനിക്ക് ഈ വെഡിങ് സീസൺ ആണ് ഡിസംബറും ജാനുവരിയും. ആ ചേട്ടനെ പേടിപ്പിക്കണം പൊക്കോട്ടെ. അപ്പൊ പറ്റുന്ന പോലെയൊക്കെ ഇതിന്റെ ഇടയിൽ എന്തെങ്കിലുമൊക്കെ സന്തോഷങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഇടുന്നതായിരിക്കും. കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ. ചോയ്ക്ക് വിളിച്ച കാര്യം അന്ന് വിട്ടിക്കണേ. ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്. ഇപ്പൊ കോഴിക്കോട്. നിങ്ങൾ എവിടെയെങ്കിലും പോകുന്നുണ്ടോ? എവിടക്കാ? ഓക്കെ. പിന്നില്ലേ ഹനാന ഉറങ്ങാ? ഓനുണ്ടോ ഷട്ടിൽ കളിക്കാൻ? ജിംഷാദോ? എന്നാലില്ലേ ഞങ്ങളങ്ങോട്ട് വരാം. ഞങ്ങള് വരുന്ന പറയണ്ട. എടാ കാര്യം സ്റ്റീലേ, അല്ല ഒന്നുമില്ല. ജിംഷാദും ഇഫ്രീം ഉണ്ടാവില്ലല്ലോ. പക്ഷെ ജിംഷാദ് മാത്രമല്ലേ വരുള്ളൂ. ഇഫ്ര വരും അങ്ങോട്ട്. സംഭവം എന്താ വെച്ചാൽ സ്റ്റീല് ജിംഷാദിന് ഇഫ്രനെയും പാത്തു വരച്ചിട്ട് സർപ്രൈസ് ചെയ്യാൻ വേണ്ടിട്ട് ഒരു സാധനം വലിയൊരു ക്യാൻവാസിൽ വരച്ചിട്ട് കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ അതിന് ഇഫ്ര ഉണ്ടാവോന്ന് ചോദിച്ച അവിടക്ക്. ഈ അവിടെ എത്തിയിട്ടേ അവിടുത്തെ ലൊക്കേഷൻ ഒന്ന് അയക്കും. ഞങ്ങളിപ്പോ ഇവിടുന്ന് ഇറങ്ങിയിട്ടുള്ളൂ. ഞങ്ങളെന്തായാലും 10 മണി എത്ര ഉണ്ടാവും അവിടത്തെ. നമ്മളെന്തായാലും 9:30-10. അവിടെ എത്തിക്കഴിഞ്ഞിട്ട് എനിക്കൊന്ന് ലൊക്കേഷൻ അയച്ചു തരോ? ഓക്കെ ശരി. കിള്ളിയില്ലേ പാത്തു? വിളിച്ചിട്ട് ഓനെന്നെ മനസ്സിലാവണില്ല ഉദ്ദേശിക്കുന്നത്. ഈ കട്ടിയുണ്ട് കിളിന്ന് പറഞ്ഞതിന് കട്ടിയാ പറഞ്ഞതാ. ശരിക്കും കിളിയാ. ഞാൻ വിളിച്ചെന്തിനാ അപ്പൊ പോന്ന വഴിക്ക് നബീൽ നമ്മൾ എടുക്കണ്ടേ. സൈക്കോ വീട് ഇവിടെ അടുത്തല്ലേ? എവിടെ അല്ലേ? മറ്റേ സാധനം പത്തു ലൈറ്റ് ഇട്ടിട്ട് കാണിച്ചു കൊടുക്കാം. ഇതിങ്ങനെ കാണിച്ചു കൊടുക്കാലോ. ഓനത് കേറട്ടെ. അതാരാ മനസ്സിലാവേ ഇല്ല. ഫ്രഷ് അങ്ങനെ ചോദിക്കുമ്പോ പറയുമ്പോഴ എനിക്ക് സന്തോഷം. അങ്ങനെ ചോദിക്കുമ്പോ നല്ല സന്തോഷത്തിന് വേണ്ടിട്ട് അങ്ങനെ ചോദിക്കാം.
ഈ ചെങ്ങായി എവിടെ ഇത്? അങ്ങ് വിശക്കുണ്ട്. എനിക്ക് നന്നായി വിശ അതിലെ വരും നമ്മൾ ഉദ്ദേശിച്ച വീട് ഇതൊന്നുമല്ല അതിലെ വരും അല്ലല്ല ഇതന്നെ വീട്. കേട്ടോ വന്നോട്ടെ വന്നോട്ടെ വന്നോ ഇനി നോക്ക് ബിലാലിക്ക എങ്ങനെയുണ്ട്? ഇത് അടിപൊളിയായി. അടിപൊളിയായില്ലേ? കാണുന്നുണ്ടേലും വിടുന്നേ. കൈ കടന്ന സൈക്കോ ഇതാണ് ഈ കളറാണ്. എങ്ങനെയുണ്ട്? സീഡ് സാരം ഞെട്ടും കേറിക്കോ മായോ ഞെട്ടു. കേറ് അല്ല നമ്മളൊരു വണ്ടിയിൽ തന്നെ പോണോ? കേറിക്കോട്ടെ. സോറി ഇതെന്താ വ്ളോഗോ? ആ പാത്തുന്റെ ഫസ്റ്റ് വ്ളോഗ്. എന്റെ ഫസ്റ്റ് വ്ളോഗ് കാലങ്ങളായി തുടങ്ങിട്ട്. ഇതെങ്കിലും പുറത്തിറങ്ങണേ. വീട് മാറിപ്പോയില്ല നമ്മളടുത്ത്. മനസ്സിലായി നിങ്ങളെ പോയി നിർത്തിയപ്പോളെ. ഇതാണ് കേട്ടോ വീട്. കോൺഫിഡൻസ് പെട്ടെന്ന് മാറിപ്പോയത്. ആ ഇന്റെ ഇത് വ്ളോഗ് ഇങ്ങനെയാണ്, ഞങ്ങളെ വ്ളോഗ് ഇങ്ങനെയാണ് ഇതൊക്കെ. ഈ പറ എന്റെ ഓഡിയൻസിനോട് അസ്സലാമലൈക്കും. എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യാ, ബെല്ലൈക്കൺ അമർത്തുക. അതിന്റെ ഇതെങ്കിലും ഒരുപാട് വീഡിയോ ഇതിന് മുന്നേ എടുത്തു പോയിന്. ഫസ്റ്റ് വ്ളോഗ് കാരണാണ്ട് ഇതുവരെ ഒന്നും ഇറങ്ങിയിട്ടില്ല. ഇതെങ്കിലും ഇറങ്ങും ഞങ്ങൾ വിചാരിക്കുന്നു. ആമീൻ. നിങ്ങൾ പ്രാർത്ഥിക്കണം എന്ന് പറയാൻ ആഗ്രഹമുണ്ട്, പക്ഷെ ഇത് ഇറങ്ങൂല്ലേ അറിയില്ല. ഇത് നാളെ വൈകുന്നേരം പറയരുത്, അപ്പത്തിനും ഇറങ്ങൂലേ? അത് ഇന്നിറങ്ങും, ഇപ്പൊ ഇറങ്ങും. ഈ നിമിഷം. ഓക്കെ സർപ്രൈസ് ആണല്ലേ എല്ലാരും. സർപ്രൈസ് ആവണം. ഇച്ചായില്ലേ? ഇത് കോമഡി വെച്ചാൽ ജിംഷാദ് സർപ്രൈസ് ആയില്ലെങ്കിൽ അതല്ല അങ്ങനെ എക്സൈറ്റ്മെന്റ് ഫേസ് കാണിക്കുന്ന ഒരാളല്ല. അല്ല അതല്ല, അത് പ്രതീക്ഷിക്കുന്നില്ല. എനിക്ക് എന്താ വെച്ചാല് കല്യാണത്തിന് ഞാൻ പോയില്ല. കല്യാണത്തിന്റെ തലേ ദിവസം വരെ എനിക്ക് മെസ്സേജ് അയച്ചിട്ട് പത്ത് വരൂലേ. അതൊക്കെ നല്ല വിഷമുണ്ടാക്കിക്ക്. ഞാൻ ഓൾറെഡി ഭയങ്കര എന്താ പ്രശ്നം പറഞ്ഞത്? ഇപ്പൊ ഇനിയിപ്പോ സൈക്കോന്റെ കല്യാണത്തിന് എനിക്ക് വർക്ക് ഉണ്ടെങ്കിൽ നീ വരൂല? നേരത്തെ പറയണോ? സൈക്കോന്റെ കല്യാണത്തിന് വരില്ല? എന്റെ കല്യാണം ഉണ്ടോ? എനിക്ക് പെണ്ണുണ്ടോ? നിങ്ങൾ അങ്ങനെ പറയുമ്പോ ഭയങ്കര ധൈര്യത്തിലൊക്കെ ഈ വരൂലൊക്കെ. എനിക്ക് പെണ്ണുണ്ടോ? ജിംഷാനി ഞാൻ 1-2 തവണ വിളിച്ചിക്ക്. ഇനി ഓനക്ക് ഇത് എന്ത് ഡൗട്ടാണോ ഉള്ളത്? ഒരു ഡൗട്ടും ഉണ്ടാവില്ല. പാത്ത് ഇടക്കിടക്ക് വിളിക്കണേ. നീ 2-3 പ്രാവശ്യം വിളിച്ചാ? ഞാന് ഇവിടെ ഒരു പൊട്ട അല്ല ഒരിവിടെ ഉണ്ടായിട്ടില്ലല്ലോ. ഒരു ഉണ്ടായിരുന്നില്ല. ഇപ്പൊ ഷട്ടിൽ നമ്മളങ്ങട്ടാ പോണ്. അപ്പൊ ഞാൻ കല്യാണം വിളിച്ചിട്ടില്ല, പക്ഷെ എന്നാലും ഗിഫ്റ്റ് കൊടുക്കാൻ പോയിട്ട് അന്ന് മറന്നു ഏതാടാ. സാരില്ല. ആരെങ്കിലും കല്യാണം ഉണ്ടെങ്കിൽ എന്റെ ഹനുവിനെ വിളിക്കണേ. കണ്ടിട്ടുണ്ട് ലിസ്റ്റിലുണ്ടേനു. ഷൂട്ടിലായിരുന്നു ഞാൻ പോയിട്ടുണ്ട്. ഓക്കെ കഴിഞ്ഞോ? പോയോ? അല്ല എന്താ ഓഡിയൻസ് സർപ്രൈസ് ആവണ്ട. അപ്പൊ എങ്ങനെയാ ഓഡിയൻസ് ഞാൻ വരുമ്പോ സർപ്രൈസ് ആയി. ഓൾറെഡി സർപ്രൈസ് ആക്കി, വീഡിയോ വരച്ചു. ഇൻട്രോ സീനാണ്. ഞാനിപ്പോ അപ്പുറത്ത് ഇങ്ങനെ പിന്നെ ആരാ? ഓക്കെ ഇനി അവിടുന്ന് കാണാം. ഒരു കഥ പറയട്ടെ ഗൈസ്. ഒരു കഥ ചൊല്ലട്ടെ. ഞാനൊരു കഥ പറഞ്ഞുതരാം. ഞാനിത് എന്റെ ഈ ചങ്ങായില്ലേ ഹനുവിനെ, ഈ ഹനുവിനെ നമ്മൾ എത്ര വർഷമായി കമ്പനി ആയിട്ട്? 3 വർഷമൊക്കെ ആയിട്ടുണ്ടാവും. 3.5 വർഷമായിട്ടുണ്ടാവും. ഇറങ്ങട്ടെ. അപ്പൊ പിന്നെ പരിചയപ്പെട്ട അന്നേ ഓനിങ്ങനെ പറയുന്നത് ഒരു ചായക്കട തുടങ്ങണം. ആ കഥ പറഞ്ഞപ്പോ അങ്ങനെയല്ല, ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഇങ്ങനെ ഫ്രണ്ട്സിന്റെ യാത്രയൊക്കെ കുറെ കാര്യങ്ങളിലൊക്കെ ഇൻസ്പയർഡ് ആവുന്നുണ്ട്. അപ്പൊ അന്ന് മുതൽ അവന് കുറെ നാളത്തെ കൊണ്ട് ആഗ്രഹമാണ്. അപ്പൊ ഇന്നിതാ ഒരു കടക്കായി, വലിയ ആളായി. അവന്റെ ഉമ്മ മഞ്ജു അല്ലത് എവിടെ പോയാലും പേര് വരുന്നത്. പിന്നെന്തായിരുന്നു കൂടെ പറയണ്ടേ? ഉമ്മാന്റെ സ്നാക്സുകളാണ്. ഉമ്മാന്റെ പേരാണ് അടിപൊളി. അവന്റെ ഉമ്മാണ് മെയിൻ ഷെഫ്. ഇത് ഈ ഷോപ്പ് വരുന്നത് അരീക്കോട്. അപ്പൊ നിങ്ങള് ഈ ഏരിയയിലുള്ളവരൊക്കെ, ഈ ഏരിയ നല്ല ഇതുവഴി പാസ് ചെയ്യുന്നവരൊക്കെ ഒന്ന് ട്രൈ ആക്കുന്ന അടിപൊളി സ്നാക്സ്. ഈ ഭാഗത്ത് വന്നാ എന്നെ കാണാണ്ട് പോവാൻ പറ്റുക എന്തെങ്കിലും ഉണ്ടാ?
അന്നെ കണ്ടിട്ട് മടുത്തടാ. ഇവൻ എത്രാമത്തെ വട്ടം കാണാൻ ഇൻസ്റ്റാഗ്രാമിൽ കണ്ട് എടാ അല്ല ഇവര് നടത്തിക്ക അല്ല ഗ്രൗണ്ട് കൊണ്ടുവന്ന് രാവിലെ വൈകുന്നേരം ഇവര് ഇതാക്കുന്നോ. പോണ വഴിക്ക് എല്ലാവർക്കും കാണിച്ചു മഞ്ജുനെ വിളിക്കുക എക്സ്പ്രഷൻ ഉണ്ടായത്. കാണിച്ചോ നീ നമുക്ക് പോവാം. നീ പോവാം. ലൊക്കേഷൻ ആയിക്കട്ടോ. എല്ലാരോടും സർപ്രൈസ് ആവാൻ പറയണേ. പക്ഷെ ഇന്റെ സർപ്രൈസ് നല്ല വൃത്തിക്ക് സർപ്രൈസ് ആയിക്കോട്ടോ. കന്നി വ്ളോഗ് ഇറങ്ങാനും ഇറങ്ങാതിരിക്കാനും സാധ്യത കൂടുതൽ. സർപ്രൈസ് ഞാൻ ബാക്കൊക്കെ ഞാൻ എല്ലാരും പ്രിപ്പയർഡ് ആയിട്ട് നിക്കണ്ട. ഞാൻ അഥവാ എല്ലാരും ഞെട്ടിയില്ലെങ്കിൽ പക്ഷെ നെട്ടുമ്പോ ഇങ്ങനെ വായിന് മറ്റേ കൈ വെച്ചിട്ട് നെട്ടൂലേ, മറ്റേ ബ്രൈഡ്സ് ഒക്കെ തിരിയുമ്പോ നെട്ടൂലേ അങ്ങനെ. എന്നിട്ട് ഇങ്ങനെ വീഴാൻ പറ്റുമെങ്കിൽ വീണോ ബോധം കെട്ടു വേണ്ടി കൊളാക്കുന്ന തോന്നണത്. പക്ഷെ ഓവർ ക്യൂട്ട്നെസ് എടുത്തിട്ടോ. ഇപ്പൊ കുറച്ച് കാലമായിട്ട് പിന്നെ പറയാം ഫ്ലാഷ് ഉണ്ടോ ഇതൊക്കെ വ്ളോഗിൽ വന്നു. പാത്തൂന്റെ ഫസ്റ്റ് വ്ളോഗിൽ അർച്ചി പാത്തുന്റെ വ്ളോഗിൽ വന്നു. പക്ഷെ അത് ആർക്കും കാണാൻ പറ്റൂല. പാത്തോട് കൂടി പണ്ടടിയോ. അത് പാത്തു മാത്രം. പാത്തുന്റെ ഫോണും പിന്നെ ഞങ്ങളൊക്കെ അതിലിങ്ങനെ കാണുന്നുണ്ടല്ലോ, അതൊരു ഒരു മാത്രമേ കാണുള്ളൂ. അടിയും. അതെ മണ്ണടിച്ചു പഠിച്ചു ഇല്ല. ഇതാണ് അർച്ചി. മുഖത്തൊരു തെളിച്ചം കണ്ടോ? അത് അർച്ചിക്ക് ഇത് പുതിയ ആൾക്കാർ. ഇത് പാത്തു ആരാന്ന് വിചാരിച്ചു. ആളിറക്കിയില്ലേ? ആളിറക്കി പൈസ കൊടുത്ത് ആളിറക്കിയിട്ടാണ് വ്ളോഗ് എടുക്കുന്നത്. പക്ഷെ വ്ളോഗ് ഇടൂല. വ്ളോഗിൽ ഇങ്ങോട്ട് പൈസ ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല, അങ്ങോട്ട് പൈസ ചെലവാക്കും. ഒരു മൈക്ക് ഉപയോഗിക്കാതെ അർച്ചി വേറൊരു കോമഡി ഉണ്ട്. ദുബായി പോയിട്ട് മറ്റേ ഹോളിലാൻഡിന്റെ മൈക്ക് മേടിക്കാൻ പറഞ്ഞു ഞാന്. എന്നിട്ട് അവിടെ എത്തിയിട്ട് നാട്ടിലെത്തിയിട്ട് തിരിച്ചു വിളിക്കുന്നത്. ഇപ്പത്തെ പിന്നെ ദുബായ് പോകണ്ടെങ്കിൽ എന്റെ ഹോളിലാൻഡിന്റെ മൈക്ക് ഒന്ന് മേടിക്കും. ഞാൻ മേടിക്കാൻ മറന്നു പോയത്. എന്നിട്ട് നാട്ടിൽ നിന്ന് 15,000 റുപ്യ എടുത്തിട്ട് മൈക്ക് 15 14,999 15 ഇല്ല. ഓളെ പൊക്കിയതാണേ ഫസ്റ്റത്തെ. ഞാൻ പറയില്ലേ ഞാൻ ഇതൊക്കെ പ്രതീക്ഷിച്ചതാണ്. ഓള് ഫസ്റ്റ് ഒരു മൈക്ക് മേടിച്ചു. ആ മൈക്ക് വെച്ച് ഒരു വ്ളോഗ് അതിന് കൊറേ പേര് ബാസിൽ കാർഷി എല്ലാരും അടിപൊളി. അതെ ഒരുപാട് ആൾക്കാർ എന്തായാലും ഇനി പുതിയൊരു മൈക്ക് വാങ്ങിക്കണേ. അതിന് ആവശ്യക്കാരവിടെ ആരേണ്ട വേഗം പറഞ്ഞോണ്ട് വാടക കൊടുക്കുന്നുണ്ട്. പൈസൊന്നും വേണ്ട, എല്ലാരും നന്നായിക്കോട്ടെ. ആക്ച്വലി മൈക്ക് വാങ്ങിക്കണതൊക്കെ വ്ളോഗ് ഇതിന്റെ കൂടെ ഇട്ടിട്ടുണ്ട്. മൈക്ക് വാങ്ങണൊക്കെ വ്ളോഗ് എടുത്തിക്കണ്. പണ്ട് ഫസ്റ്റ് വാങ്ങിയ മൈക്ക് അല്ല ഇതും എടുത്തുക്കണോ? ഇതൊന്നും ആരും കണ്ടിട്ടില്ല കേട്ടോ. അതായിരുന്നു വ്ളോഗ് 1. റിലീസ് ആവാത്ത കുറെ പടം. ലൊക്കേഷൻ കൂടെ സർപ്രൈസ് ആക്കാനുള്ള മാസം എൻട്രി ആണ്. നെട്ടിക്കൽ വ്ളോഗാണ്. അവിടെ ഓനെ ഞാൻ കണ്ടിട്ടില്ല. വന്നിട്ട് പാത്തു വന്നാൽ കുറച്ച് ക്യൂട്ട്നെസ് ഉണ്ടാവും പാത്തുവിന്റെ. അപ്പൊ ഒന്ന് എല്ലാരും ഒന്ന് കണ്ടിട്ട് നിക്കണം. കുറച്ച് പട്ടിഷോയും ഉണ്ടാവും. ലൊക്കേഷൻ ഇതൊക്കെ കേട്ടാണോ ലൊക്കേഷൻ തരും. ലൊക്കേഷൻ എന്താ ചെയ്യപ്പോ? സൈക്കോ സ്നാപ്പ് ഇട്ടുപോയി. സർപ്രൈസ് കൊടുക്കാൻ പോയത്.
ഓനിപ്പോ ഈ ഫുട്ബോൾ കളിക്കുന്ന തിരക്കില് സ്നാപ്പ് ഫുട്ബോൾ അതിന് തുടങ്ങിയിട്ടില്ല, ഷട്ടിലാണ്. ആകെ 4 ആളെ കളിച്ചോളൂ. ഓല് പുറത്ത് കാത്തിക്കല്ലേ ചെയ്യാ. ജംഷാനെ വിളിച്ചു നോക്ക്, സ്നാപ്പ് കണ്ടിന്യൂ സൈക്കോനെ കാണാൻ നിക്കണ്ട പറഞ്ഞേക്കാം. അത് കൊഴപ്പില്ല. അപ്പൊ ഞാൻ വിളിക്കുമ്പോ ഓനെ അറിയില്ലേ, ഇനി ഓനെ അറിഞ്ഞിട്ടില്ല. അതറിയില്ല, മനസ്സിലാത്ത രീതിക്ക് സംസാരിച്ചാൽ മതി. ജിന്റെ സ്നാപ്പ് കണ്ടിന്യൂ വെച്ചാൽ ഞാൻ ചോദിക്കുമ്പോഴാണോ അവൻ എടുത്തു നോക്കും. ഇതാവുമ്പോ നോക്കൂല. നോക്ക് ബ്രോ, നമ്മളിനി എത്ര എന്തായാലും സ്നാപ്പ് കാണും. ഓൾറെഡി പാത്തൂരെ നെഞ്ച് ഇടിക്കുകയാണ് സർപ്രൈസ് ആലോചിച്ചിട്ട്. ഇനി നിങ്ങൾ അങ്ങോട്ട് വിളിക്കണ്ട, കൊറേ വിളിക്കുമ്പോ അവർക്ക് ഡൗട്ട് ആവും. അർഷിക്കുമ്പോ നമ്മള് വരുന്നേ മാത്രമല്ലേ അറിയുള്ളൂ. അല്ല, ഇപ്പൊ എല്ലാരും അറിഞ്ഞിണ്ടാവും സ്നാപ്പില് വെട്ടീരേ. ഈ മണ്ട സ്നാപ്പ് ഇട്ടിച്ച് അത് കാർന്നുള്ള സ്നാപ്പ് ഒക്കെ ഇട്ടിക്കണ പാത്തു അതും പിടിച്ച് നിക്കണ സ്നാപ്പ്. ഞാൻ ആലോചിച്ച ഞാൻ എന്റെ ആർട്ടിന്റെ ആ ഒരു പ്രൗഡിയിൽ എടുത്തോയാ 4 ആൾക്കാരെ കണ്ടേ വരച്ചു. ഞാൻ 4 ആൾക്കാരെ ലോലി പെടുന്ന ആലോചിച്ചില്ല. നമ്മളെ കൂടെ ഇത്രയും കഴിവുള്ള ഒരു ആർട്ടിസ്റ്റ് ഉണ്ട് എന്നുള്ളത് എന്താണ്. ഓൻ മാറ്റിക്കോളും ഗീറൊക്കെ. എന്നോട് ഞാൻ പറഞ്ഞു, ഫ്രണ്ടിനോട് പറഞ്ഞ ഹലോ വ്ളോഗോ, ആ പാത്തൂന്റെ വ്ളോഗ്. ആ മറ്റേ നമ്മള് ഓക്കെ. ഇത് ഇറങ്ങാത്ത വ്ളോഗാ, എല്ലാരും വെറുതെ ഇതിലൊക്കെ പറഞ്ഞോളൂ, കുഴപ്പമൊന്നുമില്ല. അയ്യോ സോറി. സ്റ്റീല് എന്റെ കുട്ടികൾക്ക് ഹായ് പറ. അപ്പൊ നിങ്ങളെന്താ ഇവിടെ നിക്കണേ? ഓരൊക്കെ ഇവിടെ എന്നിട്ട് അത്ര ഏസി ഇജ്ജിപ്പോ വന്ന് ഇവിടെ ഉണ്ടീനോ? എക്സാം കഴിഞ്ഞാ ഫുൾ സെറ്റ്? മറ്റന്നാൾ വരുന്നില്ലേ പരിപാടി? ഇല്ലേ? എന്റെ ഓഡിയൻസിന് ഹായ് പറ. ഇത് ഇടാനൊന്നും പോണില്ല, ഒരു ഓഡിയൻസ് ഉണ്ടോക്ക്. ഇത് ഞാൻ ഇടും. ഇതിന്റെ ഫസ്റ്റ് വ്ളോഗ്. ആർഷി ഹായ് പറ. അല്ല ഇടും. ഞങ്ങൾ ഇങ്ങനെ കാണാൻ വേണ്ടി വന്നത്. വേറെ സർപ്രൈസ് ഉണ്ട്. അപ്പൊ പിന്നെ ഒരു രസമുണ്ടാവൂല പാത്തു. ഏതാ പോയത് ഇവളേതാ? ഓക്കെ നിങ്ങളുടെ പ്ലാൻ എന്താ? ഷട്ടിൽ കളിക്കാൻ പോവാ. കട്ടപ്പനേട്ടന്റെ ടർഫ് പോയി ആളെ നീപ്പിച്ചാണ് നമ്മ പേര് പോവാ. വണ്ടിക്ക് ഞാൻ ഒരു കുടിയോളം വാങ്ങാം. ഓക്കെ ഞാൻ കണ്ട് ഫോണങ്ങനെ വേണ്ടി എന്താ ഫോൺ ഉണ്ടല്ലേ? അതാ സർപ്രൈസ്. എനിക്ക് റിബന്റെ അടുത്ത് പറഞ്ഞില്ലേ സർപ്രൈസ് എന്താ എന്ന് വെച്ചാൽ ഇവര് മണ്ടന്മാര് ഇവര് എപ്പോഴും ഇങ്ങനെ തന്നെ എന്തെങ്കിലും ഉണ്ടാവുക. എന്താ ആദ്യം പറയും, മറ്റേ സ്പീക്കറിലിട്ട് ഇങ്ങനെ പറയുമ്പോഴേക്കാരം എന്നാലേ ആരോട് പറയണ്ടോ പറയും. എല്ലാം പറഞ്ഞിട്ട് കാക്കണ്ട് ഇതിലിട്ടേ കേൾക്കുള്ളൂ. ഇങ്ങനെ കേളുന്നില്ല, എന്നാലും അതിലിട്ടേ കേൾക്കുള്ളൂ. 4 ആൾ കേക്കട്ടെ. നമുക്ക് 24 hour പോയി എന്ത് തിന്നാ. അങ്ങനെയാണോ? ഇവിടെ കളിച്ചാണ്ട് ഷട്ടിൽ കളിച്ചാണ്ട് ഷട്ടിൽ കളിക്കാനാണ് ഇപ്പൊ ഇവരൊക്കെ വന്നത്. ഷട്ടിലില്ല. കാറ്റുണ്ടോടാ? കാറ്റുണ്ടോ? ഇപ്പൊ നിങ്ങളുടെ പ്ലാൻ എന്താ ശരിക്കും? ഷട്ടിലായിട്ട് നമ്മളെ പ്ലാൻ ബി ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ വെറുതെ ഇരിക്കുന്നു. ഈ ബാസിൽക്ക് ജിമ്മിയും അസുറൊക്കെ എപ്പോ വരും? ലോലൊക്കെ ഇങ്ങോട്ട് വരുന്നുണ്ടോ? കിട്ടിയോ? ജിമ്മി ഇങ്ങോട്ട് വരുന്നുണ്ടോ? വരുന്നുണ്ട് പറഞ്ഞു. ബാസിലാക്കി അസുരം വരുന്നുണ്ടോ? വരുന്നില്ലേ? അവിടെ നിക്ക് ബാത്തു ഇങ്ങോട്ട് വന്ന ഇങ്ങനൊരു ഇവിടെ ആണല്ലോ സർപ്രൈസ്. നേരെ ഇവക്ക് സർപ്രൈസ് ആക്കാൻ മാത്രല്ല, ഇവക്ക് വ്ളോഗ് എടുക്കാൻ പോലും അറിയില്ല. ഞാൻ
വിളിച്ചിട്ട് അവനോട് വരാൻ പറയാ. ഞാൻ വിളിച്ചിട്ട് അവനോട് വരാൻ പറയും. ചിലപ്പോൾ 10 ആളൊക്കെ ഉണ്ടാവുള്ളൂ പറഞ്ഞോ. ഞാൻ 10 പറഞ്ഞതാ. ഗോൾഡ് ഇതാണ് സൗത്ത് ലോവർ ഗോൾഡ്, നോർത്ത് ലോവർ ഗോൾഡ്. ഈച്ചു 99 ഗോൾഡോ അതിനോ അല്ല 1000 പോണം. 1000 റുപ്യ. ഞങ്ങൾ പോട്ടോ. നിങ്ങള് ഒരു ഷവായൊക്കെ വെച്ചില്ലാക്കി. അപ്പൊ നിങ്ങള് ഞങ്ങളില്ലേ അവൻ വരും, അതില് വരും. അല്ല എവിടേക്കാണ് നബീലല്ലേ നമ്മളെങ്ങനെ പോവാ? അവിടെ സൈക്കോ സൈക്കോ ഞങ്ങളോട് വേടാ നിക്കേ. നമുക്ക് അതിൽ പോയി കയറാം. സ്ട്രെസ് ആവണ്ട. പാത്തു കൂൾ പാത്തു, ഇതൊരു വ്ളോഗാണ്. എനിക്ക് പ്രഷർ ഇപ്പൊ എനിക്ക് മനസ്സിലായില്ലേ എന്തുകൊണ്ടാണ് പാത്തു വ്ളോഗ് എടുക്കാത്തത്? ഇതാണ് പ്രശ്നം. ഒരു വ്ളോഗ് എടുക്കാൻ പാത്തു പ്രഷറാവും. ഞാൻ നേരത്തെ പറഞ്ഞത് ഇപ്പോഴാണ് ക്ലിയർ ആയത്. പ്രഷർ പാത്തു. വണ്ടി എടുക്കടാ. വണ്ടി എടുക്ക. സോറി ഗൈസ്. ഇതൊരു വിഷയം വ്ളോഗാണ് ഇപ്പൊ നിങ്ങൾ കണ്ടു. മിക്കവാറും എന്ത് സംഭവിക്കുക വെച്ചാൽ പാത്തുവിന് സർപ്രൈസ് ചെയ്യാനുള്ള മൂടായിട്ട് പോകും. സർപ്രൈസ് ആക്കൂല. ഏതാ എവിടെ ഇടാന്ന് എനിക്ക് തന്നെ അറിയില്ല. ഇറങ്ങി ഷട്ടില് കളിക്കാം. ഒരു ഷട്ടിൽ ഇത്രയും ദൂരം വന്നൊരു ഷട്ടിൽ അടിച്ചിട്ട് പോകുന്നതൊക്കെ. അല്ലാതെ പിന്നെ അജുദിന്റെ വണ്ടി ഉറക്കാൻ പറയും. ഇതാണ് അർഷി CNG. ഏതാ ഷട്ടിൽ കളിക്കുന്ന സ്ഥലം എവിടെയാ? പോയത് ഞാൻ കാണിച്ചു കൊടുക്കട്ടെ. അതങ്ങട് കഴിഞ്ഞു. DJ അത് മാറ്റിയിട്ട് ഇതാക്കി. അത് കാണിച്ചു കൊടുത്തു. വണ്ണിന് എനിക്കിനി വെയ്യ തിരിച്ചു കൊണ്ടുവരും. അർഷിയുണ്ട്. ആ ഇത് കാണുന്നുണ്ടോ? ഇല്ല മുത്തേ. നല്ല റിയാക്ഷൻ കിട്ടി. എങ്ങനെയുണ്ട് ക്യാരക്ടർ തോന്നല്ലേ? ഞാൻ വരാൻ പറ്റാത്ത സങ്കടം മാറ്റാൻ അതുകൊണ്ടൊന്നും ഇത് മാറൂല. കല്യാണത്തിന് വരാൻ തന്നെ ഉണ്ടല്ലോ പലകമ്മ ഫോട്ടം വെച്ച് സൈക്കോ എങ്ങനെ എന്റെ കല്യാണത്തിന് ഈ വരണത്? അപ്പൊ ഞാൻ ശരിക്ക് പെണ്ണുണ്ടോ? ഞാൻ 2 ദിവസം കഷ്ടപ്പെട്ടിരുന്ന് വരച്ചോടാ. അത് പറയുന്ന ആൾക്കാർ ചോദിച്ചോണ്ടിരിക്കുക. ഇന്നോടൊക്കെ ഫിറ്റിങ് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എല്ലാരും തെറ്റി പിരിഞ്ഞു. അത് വർക്കിനായതാ. എടാ വർക്ക് റെഡ് അല്ല പാത്തു അവിടെ ഇതും പിടിച്ച് നടക്കല്ല. ആരെങ്കിലും വരുമോ? നീ ജിംഷാദ് അതിനുള്ളില് വെച്ചാലും മതി. മുത്ത ചാരി വെച്ചാ മതി. ആരും ശ്രദ്ധിക്കൂല. ഈ ചുക്കൊക്കെ കാണിച്ചു കൊടുക്കണം. ചാരി വെച്ചാ മതി. അടക്ക് പാത്തു അതുമായിട്ട് വരച്ചോണ്ട് പോയിട്ട് എല്ലാരും കളി നിർത്തിയ എല്ലാരും ഇങ്ങോട്ട് വന്നാ മതി. ഇങ്ങോട്ട് വന്നാ എല്ലാരും വാ. ആ വാ. ഈച്ച് കൊറേ നേരമില്ല. ഇങ്ങോട്ട് വന്നാ സർപ്രൈസ് ചെയ്ത് പോയാ മതി. ആ എല്ലാരും തിരിഞ്ഞിക്കൂ. തിരിഞ്ഞിക്കിട്ടോ. എല്ലാരും തിരിഞ്ഞിക്ക്. നമ്മള് പറയുമ്പോ മാത്രം തിരിഞ്ഞാ മതി. അച്ഛേ തിരിയണ്ടല്ല ഇങ്ങോട്ട് ലൈറ്റ് ഇവിടെയാണ്. ആ ഇനി എല്ലാരും കണ്ണു തുറക്കൂ. ഇങ്ങോട്ട് നോക്കേ. എങ്ങനെയുണ്ട്? ഇനി ശരിക്കുള്ളത് ഞാനുണ്ട്. ഇതെവിടെ ഒളിപ്പിച്ചേക്കാം? അവിടെ വെച്ചു. ആരും ശ്രദ്ധിക്കൂലത്. ആ സൈഡിൽ മാറ്റി വെച്ചു. അവിടെ വെക്കണത്. അവിടെ വെച്ചു. പത്തു
ഗൈസ് അവര് ജിമ്മിലേക്ക് വരുമ്പോഴത്തേന് നമുക്കൊന്ന് ഒളിപ്പിച്ചേക്കാം. മുത്ത അവിടെ ചാരി വെച്ച് ആരും ശ്രദ്ധിക്കൂല, അതൊരു ബോർഡാന്നേ വിചാരിക്കുള്ളൂ. ഇവിടുത്തെ എന്തെങ്കിലും വിചാരിച്ചോ കൊണ്ടുവന്നോ അവിടെ വെച്ചാലോ? ഹാപ്പി അല്ലേ? ഞാൻ പറഞ്ഞു കേട്ടോ. ഞാൻ പറഞ്ഞു കേട്ടോ. രണ്ട് പലക്കുമ്പോ ഫോട്ടോ വെച്ച് വെക്കുന്നത് അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. കല്യാണത്തിന് വരാണ്ട് പലകമ്പല് ഫോട്ടോ വെച്ചത് ഓൻ അക്സെപ്റ്റ് ചെയ്യില്ല. ഓന്റെ എന്താ സംഭവിച്ചാല് ഓന്റെ കല്യാണത്തിന് മുന്നേ വർക്ക് സെറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഇത് എത്ര പ്രാവശ്യം പറയണേ, നമ്മൾ തുടക്കം പറഞ്ഞത് ഇൻട്രോ പറഞ്ഞില്ലേ? ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു വർക്കായിരുന്നു. കല്യാണം വിളിക്കല്ല. എന്തോ ഞാൻ അന്നെ കാണാനാ വന്നത്. ഇതെന്താ പച്ച ടീഷർട്ട്? അസ്സലാമലൈക്കും. നിങ്ങളെ കല്യാണത്തിന് കണ്ടില്ലാന്ന് ആൾക്കാര് പറച്ചിലോട് പറച്ചില്. എന്നോട് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് വരാൻ പറ്റാത്ത കാര്യം. എന്നാ പിന്നെ ആ വിഷമം തീർക്കാച്ചിട്ട് ഞാൻ തന്നെ അങ്ങോട്ട് പോകുന്നതാ. നീ കണ്ടിട്ട് ഞാൻ തിരിച്ചു പോകും. നീ ഇറങ്ങി. ജിംഷ ഇന്ന് നിങ്ങളെ കാണാൻ വേണ്ടിട്ട് ഓള് ദുബായിക്ക് വരാൻ വേണ്ടി നിന്ന് ഫോൺ കിട്ടി വായോ പോയി കിട്ടി. പക്ഷെ ഇന്ന് രാവിലെ നിങ്ങളിന്ന് രാവിലെ വന്ന് പറഞ്ഞു. എങ്ങനെയുണ്ടായിരുന്നു ദുബായൊക്കെ? നല്ല ഒരു ഉള്ളിൽ കളിക്കുന്നുണ്ട്. നമുക്ക് ഓനെ തിരിച്ചു നിർത്താം. ഓക്കെ, തിരിച്ചു നിർത്താം. അങ്ങോട്ട് കൊണ്ടുപോയിട്ട് ഇപ്പഴേ പറയാണ്ട. പതുക്കെ റിലാക്സ് ചെയ്തിട്ട് കല്യാണത്തിന് വരാൻ പറ്റാത്തതുകൊണ്ടാണ് വന്നത്. അതുകൊണ്ട് നിങ്ങളെ കാണാൻ വേണ്ടി നിങ്ങൾ ദുബായിൽ നിന്ന് ഇറങ്ങി അപ്പോൾ ഓടി വന്നു. നോക്ക് പക്ഷെ ഞാൻ വിളിച്ചിണ്ടായില്ലേ ദുബായിൽ നിന്ന് ഇറങ്ങിയ പാട് ആദ്യം വിളിച്ചു ഞാനല്ലേ. പക്ഷെ ഞാൻ വിളിച്ചോണ്ടുണ്ട് നിങ്ങൾ എപ്പോ ഇവിടെ എത്തുന്ന അന്നെ തന്നെ വിളിക്കണ്ടായിരുന്നു. അപ്പൊ അന്നെ കിട്ടുണ്ടായില്ല. പിന്നെ പക്ഷെ കല്യാണം കഴിഞ്ഞ ശേഷം ബ്ലോഗിലൊക്കെ എന്തൊരു വർത്താനായി. അതിന് മുന്നേ എവിടെയായിരുന്നു? എന്താ വർത്താനം? ഞാൻ കണ്ടു. അത് നല്ല വ്യത്യാസം മനസ്സിലാവേണ്ടത് അല്ലേ? കല്യാണം ചെയ്ത് എങ്ങനെ വ്യത്യാസം എവിടെ? താമരശ്ശേരി എന്തെങ്കിലും ഒരുമിച്ച് പോകാനായിരുന്നു. അല്ലെങ്കിൽ ഒരുമിച്ച് പോയി പാത്തുന്റെ ഇടൂല വെറുതെ ഓർമ്മക്ക് വേണ്ടി എടുത്ത് വെക്കണത് നോക്കത്. അല്ലടാ ഇത് ഞാൻ ഇടും സത്യം. കേട്ടിരിക്കുന്നു. ഇത് എഡിറ്റ് ചെയ്യാൻ ഇടുന്നില്ലല്ലോ, പിന്നെ എഡിറ്റ് ചെയ്യല് ഇടും. അല്ലല്ല നമ്മള് കൊറേ നേരം വന്നിട്ട്. നിങ്ങളിപ്പോ എത്ര ദിവസം നിന്നത് ദുബായില്? 8 ദിവസം നിന്നാ? 15-ാം തീയതി വരുന്നല്ലേ പറഞ്ഞത്? 16 ആര്? ഇവര് പരിപാടിന്റെ ആ സമയത്തേക്കല്ലേ എത്തിയത്. കുവൈത്ത് കഴിഞ്ഞിട്ട് വന്നതല്ലേ. നിങ്ങൾ രണ്ടാളൊന്നും കണ്ണടച്ച് നിക്കോ? എനിക്കൊരാവശ്യത്തിന്. അല്ലെങ്കിൽ തിരിഞ്ഞു മതി. അല്ലെങ്കിൽ കണ്ണടച്ച് അല്ല ഒരു തിരിഞ്ഞു മതി. ഓക്കെ. തിരിഞ്ഞോ. ക്യാരക്ടർ ഇല്ലേ? ഞങ്ങൾ റൂമിൽ അവിടെ നീല കളർ ഇല്ലേ, അത് ഞാന് നിന്റെ വ്ളോഗ് എടുത്ത് നോക്കിയായിരുന്നു. നിന്റെ റൂമിൽ എവിടെയാ സ്ഥലം? അപ്പൊ ഒരു നീല കളറിൽ ഒരു സെന്ററിൽ
അയ്യോ മനസ്സിൽ കണ്ടിട്ട് തന്നെ വിറച്ചത്. എടാ വരാൻ പറ്റാത്ത നല്ല വിഷമം ഉണ്ടായിരുന്നു. അപ്പൊ അതെനിക്ക് എങ്ങനെ തീർക്കണായിരുന്നു. സോ ഞാൻ ഈ വർക്ക് ചെയ്തു. അവിടെ വെക്കണേ, ഇടയ്ക്ക് ഫോട്ടോ എടുക്കണേ. നല്ല വിഷമം ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ വർക്ക് ചെയ്യുമ്പോ ഒക്കെ എന്റെ മനസ്സ് അവിടെയായിരുന്നു. ഗൈസ് ഇപ്പോഴാണ് എനിക്കൊന്ന് സമാധാനം. ഇതുവരെ ഒരു പിരിവിരിയായിരുന്നു, ഇപ്പൊ സന്തോഷായി. 5 മണിക്ക് ഇറങ്ങാന്ന് പറഞ്ഞതാ, 7 മണി വരെ കഴിയുന്നുണ്ടായില്ല. തീർത്തുന്ന 2 ദിവസം എടുത്തു. ഒരു ഫോട്ടോ എടുക്കാം നമുക്ക്. ലൈറ്റ് ഇല്ലേ? ഇവിടക്ക് നിക്ക്, ഇവിടക്ക് അവിടെ ഇട്ട. ഓക്കെ, ഞാൻ നല്ല ഹാപ്പിയാണ്. ഞാൻ പ്രതീക്ഷയോടെ കൊടുക്കാൻ പറ്റി. രാവിലെ തൊട്ടിട്ട് ഇതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് ആയിരുന്നു ഞാൻ. നന്നായി ബർക്കത്തുണ്ട്. എന്നാ ഇവരടുത്ത് പറഞ്ഞിട്ട് പോവാ. ഗൈസ് ഗൈസ് ഞങ്ങൾ പോവാണ്. അപ്പൊ നിങ്ങൾ കളി നിർത്തുക, നമുക്ക് ഫുഡ് കഴിക്കാൻ പോവാ. ഞാൻ പറഞ്ഞോണ്ടാ തോന്നുന്നു ക്ലോസ് ചെയ്തത്. ശരി, നിങ്ങൾ ഗെയിം കളിക്കാലോ, നടക്കട്ടെ. പോട്ടെ. ആ ഇജ്ജ് വരുന്നുണ്ടോ? ഇയ്യേ അവിടെ നിന്നോ, നാളെ വാ. എന്നാ ഒരു കളിക്കന്നെ കൂട്ടോ. എന്നാ ഞാൻ ഇവിടെ നിൽക്കാം. ഞാൻ ശരിക്കും ഇറങ്ങട്ടെ? ഞാൻ ഇപ്പൊ ഇറങ്ങട്ടെ? ഞാൻ പോവാടാ. അസ്സലാമു അലൈക്കും. ഇജങ്ങട് വലിയ മനുഷ്യനായില്ലടാ. പക്ഷെ അത് കണ്ടില്ല, ഞാൻ കാണാൻ വേണ്ടിട്ടല്ലേ വന്നത്. അതാണ് സോപ്പിടാൻ വന്നാണേ. ആടാ ഒന്ന് വർക്കായി പോയി, നേരത്തെ ബുക്കായി പോയി. വേറെ ആൾക്കാരെ ഏൽപ്പിക്കണം. ഈ തലേ ദിവസം വരെ മെസ്സേജ് അയച്ചവർക്ക് വിഷമായിരുന്നു. നിങ്ങൾക്ക് നിങ്ങൾ തന്നെ പോകേണ്ടി വരുന്നുണ്ടാവൂലേ? നിങ്ങൾ തന്നെ പോകേണ്ടി വരൂലേ? ഞാനില്ല, ഈ രാവിലെ 2 ദിവസം രാവിലെ വെച്ചില്ലേ, ഞാൻ വിചാരിച്ചു ഒരു ദിവസം ഈവനിങ് ആയിരിക്കും. അതാണ് എനിക്ക് പറ്റിയ തെറ്റ്. ബ്രൈഡും അതേ സമയം വെച്ച്. എടാ ഇവനെവിടെ? ബാസിക്ക് എവിടെ? വരുന്നുണ്ടോ? എവിടെ? അല്ല, ആ ഇത് നമ്മുടെ അസർ കേട്ടോ. അസറു നമ്മളെ ഓഡിയൻസിനോട് അസ്സലാം പറ. ഫസ്റ്റത്തെ വ്ളോഗാണ്. നീ ബാസിൽഖാന്റെ അടുത്ത് പോ. അല്ല ബാസിൽക്ക ഇപ്പൊ കളിക്കിറങ്ങും. ബാസിൽക്ക അസ്സലാമു അലൈക്കും. എന്റെ വ്ളോഗാണ്, ഇതിന്റെ വ്ളോഗാണ്. എല്ലാരോടും സലാം പറ. എല്ലാരോടും അസ്സലാമു അലൈക്കും. എവിടുന്ന്? കോഴിക്കോട്. കോഴിക്കോട് സ്റ്റാർട്ട് ആക്കിയോ? ഇപ്പൊ സ്റ്റാർട്ടാണ്. ഒരു വർഷം വാങ്ങിച്ചിട്ട് ആ മൈക്ക് ഞാൻ അതൊരു യൂസ് ഇല്ല, പുതിയ മൈക്ക്. സമയത്തോ? ഏതാണ് സമയം? സമയം നോക്കിയാ അല്ല ഈ സമയത്ത് 1 മണി 2 മണി. ആ ഞാൻ ബാസിൽക്കാനെ 10 മണിക്ക് വെച്ച് കാണില്ലല്ലോ. ആ
നമ്മളന്ന് ഷൂട്ടിന് ലാസ്റ്റ് ഉണ്ട് വെഡിങ് വീഡിയോ. പാത്തു വർക്ക് കഴിഞ്ഞാണോ? അല്ല, നാളെ വർക്കുണ്ട്. ഇനി മാം പോണം. ഞങ്ങളെല്ലാരും കണ്ടിട്ട് പോവാൻ വിചാരിച്ചു. എന്നാ നമുക്ക് വിട്ടാലോ? ഞങ്ങൾ കണ്ടിട്ട് ഇറങ്ങാൻ വിചാരിച്ചു. അപ്പൊ അന്നെ ശരിക്കും പോട്ടെ. ബൈ, ഞങ്ങള് കളിച്ചോ? ഇവര് കളിക്കില്ലേ? പക്ഷെ അത് ജിമ്മിന്റെ കാർക്ക് എടുത്തു വെച്ചു. ജിമ്മി അതൊന്ന് കാണിച്ചു. എന്നാ ഒരു മിനിറ്റ്. അസറ് പക്ഷെ കളിക്കണ്ട. അല്ല തോന്നോ എന്റെ മോള് ഇത് വരച്ചല്ലേ? സംഭവം വിളിച്ചിട്ടോ സീൻ സാധനം. അല്ല ഇത് കൊണ്ടുപോകണം. ഓൾക്ക് കൊടുക്കല്ലേ? ഇതൊക്കെ കണ്ടിട്ട് പണ്ടിട്ട് തോന്നില്ല എനിക്ക്. തോന്നില്ല. പോയി കിട്ടി. അപ്പൊ കൊടുക്കല്ലേ? കൊടുത്തു. നിങ്ങൾ കാണാൻ വേണ്ടിട്ട് നിങ്ങൾ കൊടുത്തല്ലേ? സംഭവം അടിപൊളി പൊളിച്ചതാ. കപ്പിൾസിനെ കൈമാറാണ്. പാത്തുവിന്റെ സമ്മതത്തോടു കൂടി കപ്പിൾസിന് കൈമാറാണ്. ഒരൊക്കെ കൈമാറാണ്, വീണ്ടും കൈമാറാണ്. സന്തോഷായി. താങ്ക് യു സോ മച്ച്. ഞാനങ്ങോട്ട് വരട്ടെ. അസ്സലാമലൈക്കും. ഹനാനെ എടാ പോയി. അസറു, അർഷി ബൈ ബൈ. സൈക്കോ പോയി. സീലെ മുത്തേ എന്നാ പോയിട്ടടാ. പോട്ടെട്ടാ. അസ്സലാമലൈക്കും. നീ ഞാൻ ഷട്ടിൽ കളിക്കാൻ വരണ്ടേ? ട്രെയിൻ ചെയ്തിട്ട് വരാം. നബീല് ഞങ്ങൾ കൂടെ വരാന്ന് പറഞ്ഞിരിക്കാണ്. ഷോന വിടുന്നില്ല. മൈക്ക് പോക്കറ്റില്ല. നബീല് ബൈ ബൈ. ബൈ ബൈ. നബീലിനെ വിടുന്നില്ല. ബൈ. വ്ളോഗ് കണ്ട എല്ലാ മാന്യ ബാഡ്മിന്റൺ പ്രേമികൾക്കും താങ്ക് യു ഫോർ വാച്ചിങ്. നബീലിനെ നമ്മളിവിടെ എത്തിച്ചെന്ന് പാത്തൂന് ഒരുപാട് താങ്ക്സ്. വ്ളോഗ് എടുക്കാനുപരി നബീലിനെ പോലെ ഒരാളെ അടാ ഇന്റെ കൊണ്ടുപോയി വരാഴ്ചല്ലേ? കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. വ്ളോഗ് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഐ ലവ് യു ഓൾ. ബൈ ബൈ. ഞാൻ പ്രാക്ടീസ് ചെയ്ത് വെക്കാം. അങ്ങനെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കമന്റ് ചെയ്യാൻ തോന്നുന്നു കമന്റ് ചെയ്യുക. പിന്നെ ഇഷ്ടമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഇഷ്ടമില്ലെങ്കിലോ? ഇഷ്ടമില്ലെങ്കില് ഓരിഷ്ടല്ലേ ചെയ്യണോ വേണ്ടതൊക്കെ. അതെ അതെ, പാത്തു അങ്ങനെ ജെന്യൂൻ. പാത്തു ഫ്രണ്ടിൽ ഇരിക്കാന്ന് പറഞ്ഞിട്ടോ. ഞാൻ ഫ്രണ്ടിൽ ഇരിക്കുന്നു പറഞ്ഞിട്ടോ തിരിച്ചു പോകുമ്പോ. ഞാൻ വണ്ടി ഓടിക്കാം.